ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെസ്സി മൊബൈൽ തന്നെയാണ് കളിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ വേറൊരു ഡിഫറെൻ്റ് അല്ല ഗൈസ്. നമ്മൾ ഇന്നും എന്താണ് ഗൈസ് പറയുക, എന്താ ഗൈസ്, നമ്മുടെ ബെക്കാമിൻ്റെ സിർച്ചോഡേഴ്സാണ് ഗൈസ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഗൈസ്, ഇതാണ് നമ്മുടെ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഗോള്. തുടങ്ങിയപ്പോൾ തന്നെ റൊണാൾഡിന് നമ്മുടെ ഗോൾ അടിച്ച്. ഗൈസ്, റൊണാൾഡോ സ്റ്റൈൽ കണ്ടോ സെലിബ്രേഷനാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ റൊണാൾഡോ ഫാനാണോ അതോ മെസ്സി ഫാനാണോ എന്നും കൂടെ ഒന്ന് അതും കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്കും ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. അത് ഞാൻ അവൻ ഈസിയായിട്ട് ഇട്ട് കൊടുത്താണ് ഗൈസ്. ഓക്കെ, ഇതെന്താണ് ഹാഫ് ടൈമാണ് ഗൈസ്. ഹാഫ് ടൈം ഓക്കെ ഗൈസ്. ഇത് നമ്മുടെ ബെക്കാമിൻ്റെ സിർച്ചോളേഴ്സാണ്. ഇന്ന് നമുക്ക് അത്ര വലിയ ടൈമൊന്നും ഒന്നില്ല, നമുക്ക് രണ്ടെണ്ണം കളിക്കാൻ നോക്കാം ഗൈസ്. നമ്മുടെ അടുത്ത ടാസ്ക് എന്തുമായിരുന്നു? ഗോൾ കീപ്പറിനെ കൊണ്ട് ഗൈസ് ഗോൾ അടുപ്പിക്കണം, അതായിരുന്നു നമ്മുടെ ടാസ്ക്. നമുക്ക് കുഴപ്പമില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ടാസ്ക്കാണ്, പറ്റാത്തല്ല ഗൈസ്. അമ്മ ത്രോ എടുക്കട്ടെ ഗൈസ്. നമ്മുടെ ഈ ബോൾ ഇട്ടിട്ട് ഗൈസ് അന്നേരം നമുക്ക് ഗോളെ കൊണ്ട് ഗോൾ അടിപ്പിക്കാൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടാസ്ക് 2 കംപ്ലീറ്റ് ആയിക്കോളും. ഓക്കെ ഗൈസ്, ഗോൾ കീപ്പറിൻ്റെ കൈ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗോൾ കീപ്പർ ആയിരുന്നേ അല്ല, ക്യാസിൽസ് ആണ്, നമ്മുടെ സ്വന്തം ക്യാസിൽസ്. ഓക്കെ ഗൈസ്, ഗായ്സ് പോയി. നല്ല ഇതായി വരുന്നതായിരുന്നു ഗൈസ്, വരുമായിരുന്നു ഗൈസ്. ഓടിപ്പോവാം ഗൈസ്, ഓടിപ്പോവാം. അവിടെ ഞാൻ പെട്ട സ്ലൈഡാണ് കൊടുത്തത്, ഷൂട്ടായി പോയതാണ് ഗൈസ്. ഞാൻ അറിയാതെ ഷൂട്ട് ചെയ്ത് പോവാട് ഗൈസ്. എന്ത് കഷ്ടമാണെന്ന് പറ ഗൈസ്. നിങ്ങളൊക്കെ എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കല്ലേ ഗൈസ്? നമുക്ക് ഇന്ന് എന്തായാലും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നോക്കാം ഗൈസ്. അറിയാതെ ഗോളാവായിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. ഗോ എടാ ഓടാ, ഇവന്മാർക്ക് ഒറ്റ ഷൂട്ട് അടിച്ചാൽ മതി, അന്നേരം ജയിക്കും ഗൈസ്. ഗോളിക്കോസ് എന്താ നമ്മുടെ തന്നെയാണ്. നമ്മൾ ഇതിപ്പോൾ ഗോളാക്കുന്നില്ല, അതുകൊണ്ട് ലോങ് ഷൂട്ട് അടിച്ചു കൊടുക്കാം. ഗൈസ്, നമ്മുടെ ഗോൾ കീപ്പറിൻ്റെ പിന്നെയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിൽ കൂടെ വെച്ച് പിടിക്കാം ഗൈസ്. ത്രോ കളയല്ലേ, ഇവിടെ എന്തായാലും ത്രോ കൂടാം. ഗോളിയെ കൊണ്ട് നമുക്ക് ഗോൾ അടുപ്പിക്കാൻ പറ്റത്തില്ല, അത് ഞാൻ പറയാം. ഗോളിക്ക് പാസ് കൊടുക്കാൻ. യെസ് അവിടെ പോലടാ, എൻ്റെ ആഗ്രഹമാണ്. നമുക്ക് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. പക്ഷെ ത്രോ നമുക്കപ്പോൾ ഇനി സൈഡിൽ കൂടെ വെച്ച് പിടിക്കണ്ട, ഫ്രണ്ടിൽ കൂടെ തന്നെ വെച്ച് പിടിക്കാം ഗൈസ്. നമുക്ക് നോക്കാം ഗൈസ്. അത് നമുക്ക് സെൻറ്ററിൽ കൂടെ വെട്ടിച്ച് പോകാൻ നോക്കാം. പക്ഷെ ഇവിടെ ആരുമില്ല. ഇതുവഴി കയറിപ്പോ എന്തൊരു കഷ്ടമാണ് നിങ്ങളൊന്ന് ഓർത്തേ ഗൈസ്. സണ്ണിൻ്റെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്താണ് ഫുൾ ടൈം ആയിട്ടുണ്ട് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഭയങ്കര ഷോർട്ടായിരുന്നു ഗൈസ്. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക അല്ല ഗൈസ്. നമ്മൾ ഇവിടെ തന്നെ ഒരു മാച്ച് കൂടെ നമുക്ക് കളിക്കാം. ബിക്കോസ് ഇന്നത്തെ വീഡിയോ അത്ര ഷോർട്ടല്ലായിരുന്നു എന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, നമുക്കെന്താ പാക്ക് കിട്ടിയിട്ടുണ്ട്.
എന്താണ് കോയിൻസ് ആണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഒരെണ്ണൂടെ കളിക്കാം. ബെക്കാമിൻ്റെ ഇതാണ്. ദിസ് റിവാർഡ് അൺലോക്ക് ആയിട്ടുണ്ട്. ഫോർമേഷൻ ആണ് ഗൈസ്, വേറൊന്നുമില്ല. ഓക്കെ ഗൈസ്, ഓക്കെ ഇന്ന് ലോഡാവട്ടെ. ഗൈസ് 100 ആയിട്ടുണ്ട്. ഓക്കെ നമ്മുടെ മാച്ച് തുടങ്ങി. ഗൈസ് അവന്മാരുടെ ടീമിൽ ലെജൻഡറി പ്ലേയേഴ്സ് ആണ്. ബട്ട് നമുക്കതൊക്കെ നോ പ്രോബ്ലം. കളി തുടങ്ങിയില്ലേ? ഞാൻ വിളിച്ച് തുടങ്ങിയെന്ന്. ഗൈസ് ഗോൾ ഞാൻ അടിപ്പിക്കത്തില്ല, പക്ഷെ ഗോൾ അടിച്ച് കുഴപ്പമില്ലാത്തവരാണ്. ഓക്കെ ഗൈസ്, നമ്മൾക്ക് ഗോൾ അടിച്ചതിന് പകരം ഇവന്മാർക്ക് കാണിച്ചു കൊടുക്കാം ഗൈസ്. ഇപ്പോൾ കാണിച്ചു കൊടുക്കാം. കാണിച്ചു കൊടുക്കാം. കാണിച്ചു കൊടുക്കടാ മോനെ ഗണേശ. ഗൈസ് ഒറ്റടി അടിച്ചിട്ടുണ്ട് ഗൈസ് നമ്മൾ. ഗൈസ് ആ സത്യത്തിൽ ഫൗളല്ല കേട്ടോ. നമുക്ക് വടി അടിക്കാം. ഗൈസ് മാറിക്ക്. ഗൈസ് ഇവനെന്തിനാണ് അങ്ങോട്ട് പാസ് കൊടുത്തത്? ത്രോജിട്ട് നോക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ ആകുമ്പോൾ ഒറ്റ പാസ്. ഇവിടെ ആകുമ്പോൾ ഒരു വീഴ. നമുക്കിവിടെ ഇവൻ്റെ ഇപ്പോൾ ബോൾ വാങ്ങിക്കാം. നമുക്കൊന്നും വിഷയമില്ലാത്ത കാര്യമാണ് ഗൈസ്. വിഷയമില്ലെന്ന് പറഞ്ഞാൽ വിഷയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഒരു സെക്കൻഡ് ഒന്ന് കളിക്കാതിരിക്കുമ്പോഴത്തേക്ക് ഇത് ഓട്ടോ വരുവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് അടുത്ത നെക്സ്റ്റ് ഏതെങ്കിലും ഗെയിം പറ, അന്നേരം നമ്മൾ മാറ്റുന്നതായിരിക്കും. ഇപ്പം നിങ്ങളാരും പറഞ്ഞ് വേണ്ട, അതുകൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും മാറ്റുന്നില്ല. നമ്മൾ FC മൊബൈൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഗൈസ്. ഇടത്ത് എന്താടാ അവളെ പ്രശ്നം? ഇത് ചുമ്മാ അടിക്കാണ് ഗൈസ്. ബിക്കോസ് ഗൈസ് നമുക്ക് പിന്നെ ഒരു ടാസ്ക് കൂടെ ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വീഡിയോയിൽ 3 ഗെയിം കളിക്കും. ഇതെന്താണ് എടാ? എന്താടാ എനിക്കൊന്നും മനസ്സിലായില്ല മുമ്പ് എന്തോ. ഗൈസ് തടയണം ഗൈസ്, നമുക്ക് ഇവന്മാരെ തടയണം. ഓക്കെ ഗൈസ്, പിന്നെയും തടഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെയും തടഞ്ഞു വിട്ടു. കണ്ടില്ലേ നമ്മുടെ ടീം നല്ല എന്താണ് ഗൈസ് പറയാ, നല്ല പ്ലേയേഴ്സാണുള്ളത് ഗൈസ്. നമ്മളെല്ലാം സ്പീഡപ്പിലാണ് ചെയ്യുന്നത്. ഗൈസ് ഞാൻ ഒരിക്കലും അടിച്ചില്ല. ഗോളിക്ക് പിടിക്കാൻ പറ്റിയ സിമ്പിളായിരുന്നത് ഗൈസ്. നിങ്ങൾ പറയും ഇത് നമുക്ക് പെനാൽറ്റി തീർത്താലും. ഓ ഗൈസ് ഇനി നമുക്കൊരു എക്സ്ട്രാ ടൈം കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കുണ്ട്. അപ്പോൾ ഗോള് 2 ആണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇപ്പോൾ തട്ടിപ്പറിക്കാം ഗൈസ്. തട്ടിപ്പറിക്കണം, ഇപ്പോൾ തട്ടിപ്പറിക്കാം. ഓ ഗൈസ് നമുക്ക് എക്സ്ട്രാ ടൈം പിന്നെയും കിട്ടും ഒന്നുകൂടെ കളിക്കാൻ. കണ്ടില്ലേ സീമർ കഴിഞ്ഞ് ഇപ്പം നമുക്ക് ബോൾ തട്ടിപ്പറിക്കുകയാണ്. ഇപ്പം തട്ടിപ്പറിച്ചാൽ മതി. കണ്ട തട്ടിപ്പറിച്ച് കണ്ടോ. ഇവിടെ ഞാൻ അവനാ പാസ് കൊടുത്തേ. ഓ പിന്നെയും തട്ടിപ്പറിക്കണമല്ലോ. കുഴപ്പമില്ലാത്ത വിഷയമില്ലാത്ത ആരാണ്. നമുക്കൊക്കെ
തട്ടിപ്പറിക്കുന്നത് നമ്മൾ പ്രൊഫഷണലാണ് ഗൈസ്. ഇതിലും വലിയ പ്ലേയേഴ്സില്ല, അതായത് ലെജൻഡ് പ്ലേയേഴ്സ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കൂടെ നമ്മൾ കളിച്ചിട്ട് പോലും എന്താ ഗൈസ് പറയാൻ, നമ്മൾ ബോൾ ശരിക്കും തട്ടിപ്പറിച്ചിട്ടുണ്ട് ഗൈസ്. എന്തോ ഫൗളായിരുന്നു, അതുകൊണ്ട് അത് ഗോളായില്ല. ഓഫ്സൈഡായിരിക്കും ഗൈസ്, ഓഫ്സൈഡായിരിക്കും ഗൈസ്. അവന്മാർക്ക് നമുക്കൊരു ഗോളങ്ങ് വാങ്ങിച്ചു കൊടുക്കാം. പിന്നെ ഗൈസ് നമുക്കിത് പെനാൽറ്റിയിൽ എൻഡ് ചെയ്യാം. നമുക്കതിനൊരു ഗോൾ വാങ്ങിച്ചു കൊടുക്കാം. എടാ ബോളിങ് ഇതാടാ, ഞങ്ങൾ വാങ്ങിച്ചു തരാം ഗോള്. അല്ലേ അവന്മാർ തന്നെ അടിക്കട്ടെ ഗൈസ്, അവന്മാർ തന്നെ അടിക്കണ്ട. ഓ അവന്മാർ തന്നെയാണ് ഗൈസ് അടിച്ചത്, ഞാനല്ല. ഓക്കെ അടിച്ചോ, ഞാനായിട്ട് അടിച്ചു തരാൻ എനിക്ക് വരുന്നത് ഗൈസ്. ഇപ്പോൾ അവന്മാരായിട്ട് അടിച്ചുകൊണ്ട് നമുക്ക് എന്തായാലും അടിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ പെനാൽറ്റി തീർക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, പക്ഷേ നമുക്കതിൻ്റെ ആവശ്യമില്ല. ഓ പെനാൽറ്റി തീർക്കേണ്ടി വന്നു ഗൈസ്. കുഴപ്പമില്ല, നമ്മളെ ജയിക്കത്തുള്ളൂ, 100% ഉറപ്പാണ്. ഇതിൽ നമ്മൾ ജയിക്കത്തില്ല. പെനാൽറ്റി അങ്ങോട്ടങ്ങോട്ട് തൊട്ടിക്കളഞ്ഞ ഗൈസ്. ഗൈസ് ഗൈസ് അത്രേ ഉള്ളു ഗൈസ്, അത്രേ ഉള്ളു, ഒരു വിഷയമൊന്നും തന്നെയില്ല ഗൈസ്, അത്രേ ഉള്ളടാ മോനെ. ഗൈസ് ഇങ്ങോട്ട് കൊടുക്കാം ഗൈസ്. ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്, അല്ല ഗൈസ് അങ്ങോട്ടായിരുന്നു, കുഴപ്പമില്ല. നമുക്ക് അങ്ങോട്ട് തന്നെ അടിച്ചുകൊണ്ടിരിക്കാം ഗൈസ്. ഇവന്മാരെ കൺഫ്യൂഷൻ ചെയ്യാം. കണ്ടപ്പോൾ പിന്നെ അടിച്ചു. അന്നേരം അവന്മാർ ആയിരിക്കും അടുത്ത ടൈമിൽ ഞാൻ ഇങ്ങോട്ട് തന്നെ ആയിരിക്കും അടിക്കുന്നത്. അത് ഞാനായിട്ട് കളഞ്ഞല്ല, അവന്മാരായിട്ട് കളഞ്ഞു. നമുക്ക് പിന്നെയും പെനാൽറ്റി നീട്ടിയാലോ? നീട്ടാം. അങ്ങോട്ടേ അടിച്ചടാ. ഞാൻ തട്ടിക്കളഞ്ഞാണ് അറിഞ്ഞുകൊണ്ട് കളഞ്ഞു. നേടുവോ ഇല്ലയോ? നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം. ലാസ്റ്റല്ലേ ഇങ്ങോട്ട് ഇരിക്കട്ടെ. ഞാൻ തളഞ്ഞാണ്, പക്ഷെ അത് ഗോളായില്ല. എന്താന്ന് എനിക്കറിയില്ല. നമ്മൾക്ക് 2 അല്ലേ, നമ്മൾ ഇതുവരെ എല്ലാം സ്കോർ ചെയ്തല്ലോ. ഇതൂടെ കളയാം, പിന്നെ നീട്ടി കൊടുക്കാം നമുക്ക്. അമ്മ ഗോളിയെ നമ്മൾ വെറുതെ വീഴ്ത്തി. എങ്ങോട്ടാണ്? ഇങ്ങോട്ട് കൊടുക്കാം, എനിക്കറിഞ്ഞു. എടോ അത് തട്ടിക്കളഞ്ഞാണ്, എന്നിട്ടാണ് ഗോളായത്. ഇത് നമുക്ക് തീർത്ത് കൊടുക്കാം ഗൈസ്. അത്രേ ഉള്ളു ഗൈസ്, അത്രേ ഉള്ളു. ഇവന്മാർക്ക് വലിയ ഷോ ആണ് ഗൈസ്, അതിന് നമുക്ക് തീർത്ത് കൊടുക്കണം. തീർത്ത് കൊടുത്തേക്കാം. അടിച്ചോ, ഇതെന്തായാലും ഗോൾ കയറും, അത് ഉറപ്പാണ്. കുഴപ്പമില്ല ഗൈസ്, നോ പ്രോബ്ലം. അതൊക്കെ നമുക്ക് നിസ്സാര കാര്യമാണ്. കൊള്ളാം. അവന്മാർ ജയിച്ചടാ, അവന്മാർ ജയിച്ചു. ഇത് ഞാൻ എന്തായാലും തടയുന്ന തെറ്റടിക്കും ഗൈസ്. ഗൈസ് നമ്മളാണെങ്കിൽ അവന്മാർക്ക് വിട്ടുകൊടുക്കാൻ പോയതാണ്. നമുക്ക് തന്നെ പണിയായത്. എടാ പറ്റിയില്ലല്ലോ ഗൈസ്. ഇത്രയുമാർ നമ്മളെ ഇതാക്കി, നമ്മൾ വിട്ട് കൊടുത്താണ്. എന്നിട്ടും നമ്മൾ ഇതാക്കി. ഇതാ റിവഞ്ച് ഇവിടെ കിടക്കുന്നത്. നമ്മളപ്പോൾ ഇത് കിടക്കുന്ന റിവഞ്ച് അങ്ങ് തീർത്ത് കൊടുക്കും ഗൈസ്. ഞാൻ നിർത്തത്തില്ല ഗൈസ്. അടുത്ത വീഡിയോയിൽ, ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നില്ല, അടുത്ത വീഡിയോ എന്തായാലും നമ്മൾ പെനാൽറ്റി തന്നെ തീർക്കത്തുള്ളൂ ഗൈസ്. അത് ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറയാം. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇതിനെ റിവഞ്ച് എടുക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോ ഇട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്, അവർക്കും കാണാനായിട്ട്. പിന്നെ നമ്മുടെ റൊണാൾഡോ ഫാൻസ് ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, മെസ്സി ഫാൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ നമ്മൾ എന്തായാലും കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. ബൈ ബൈ.